ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഹോളസ്റ്റിക് റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ റിവ്യൂവിൽ ഞാൻ ഏതൊക്കെ സെക്ടറുകളിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജ് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള രണ്ടാമത്തെ എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജ് ആയിരുന്നു 12 നവംബർ 2020, അതായത് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഇതിനു മുൻപും ഒരു എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. അത് ഏകദേശം 21 ലക്ഷം കോടി രൂപയുടെ എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജാണ്. ഈ രണ്ട് എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജ് ഗവൺമെൻറ് നമ്മൾക്ക് ഇതുവരെ തന്നിട്ടുണ്ട്. അതായത് ഏകദേശം GDPയുടെ 15% വരും, ഏകദേശം 30 ലക്ഷം കോടി രൂപ. ഇനി ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ സെക്കൻഡ് എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ പ്രധാനമായും 12 ചെക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ 12 പോയിന്റുകളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഉദ്ദേശം 3 കാര്യങ്ങളിലാണ്. ഒന്ന്, എംപ്ലോയ്മെൻറ്റ് കൂട്ടുക; രണ്ടാമത്തേത് ക്രെഡിറ്റ് കൂട്ടുക; മൂന്നാമത്തേത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുക. ഈ 3 സെക്ടറുകൾ അല്ലെങ്കിൽ ഈ 3 എയിമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജാണ് ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചത്. ഇനി നമ്മൾക്ക് ഇതിലെ ഓരോ സ്റ്റെപ്പുകളിലേക്കും പോകാം. ഒന്നാമത്തെ സ്റ്റെപ്പ് റിലീഫ് ഫോർ ഹോം ബയേഴ്സ് ആണ്. അതായത് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഹൗസിംഗ് പ്രോപ്പർട്ടി, ഈ സെക്ടർ വളരെയധികം പ്രഷറിലാണെന്ന് നമ്മൾക്കറിയാം. ഈ സെക്ടറിൽ ഒരു ഉണർവുണ്ടാവുന്ന രീതിയിലുള്ള ഒരു പുതിയ നിയമമാണ് അല്ലെങ്കിൽ പുതിയ കാര്യമാണ് എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് സർക്കിൾ റേറ്റും അതുപോലെ തന്നെ എഗ്രിമെൻ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് 10% നിന്നും ഇൻക്രീസ് ചെയ്ത് 20% മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതായത് സർക്കിൾ റേറ്റും എഗ്രിമെൻ്റ് വാല്യൂവും എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഒരാൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് വാല്യൂവിൻ്റെ 10% കൂടുതൽ വിലയിൽ മാത്രമേ ഇതുവരെ വിൽക്കാൻ കഴിയുകയുള്ളായിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 20% വരെ എന്ന ലെവലിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ സർക്കിൾ റേറ്റും എഗ്രിമെൻ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത്. ഇതുമൂലം സെല്ലേഴ്സിന് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റോടുകൂടി വിൽക്കാൻ കഴിയും. കൂടുതൽ പ്രോപ്പർട്ടീസ് വിൽക്കുന്നതിന് വേണ്ടി റെഡിയാവും. അപ്പോൾ ബയേഴ്സിനും കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതായത് ഈ മേഖലയിലെ ട്രാൻസാക്ഷൻ ഇംപ്രൂവ് ആകുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു റൂളാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്കറിയാം. HDFC സ്റ്റോക്കാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത്. പക്ഷേ ആ സ്റ്റോക്ക് ആൾറെഡി കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ LIC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നല്ലൊരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിലും നല്ലൊരു രീതിയിലുള്ള കവറപ്പ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ശോഭ ലിമിറ്റഡ് എന്നീ സ്റ്റോക്കുകൾ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിനെ നമ്മൾ സ്റ്റോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഒരു സ്ട്രഗിളിംഗ് കമ്പനിക്ക് റിലീഫ് ചെയ്യാനുള്ള പാക്കേജാണ്. അല്ലാതെ ഒരു കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ലാഭം കൂട്ടാനോ അല്ലെങ്കിൽ ഫ്ലോറിഷ് ചെയ്യാനോ ഉള്ള പാക്കേജ് അല്ല. സ്ട്രഗിളിംഗ് കമ്പനികൾക്ക് റിലീഫിനുള്ള പാക്കേജാണ്. അതുകൊണ്ട് ലാർജ് ക്യാപ് കമ്പനികൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്ട്രഗിളിംഗ് കമ്പനീസിനാണ് ഇതിൻ്റെ പാക്കേജ് കിട്ടുക, ഇതിൻ്റെ ലാഭം കിട്ടുക. അതും ഇത് എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കുകൾ 1-2 ദിവസത്തേക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാം. പക്ഷേ നമ്മൾക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ റൺ ചെയ്യുന്ന സ്റ്റോക്കുകളിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെയല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇയറിൽ പ്രധാനപ്പെട്ട കൂടുതൽ സമയങ്ങളിലും ഇൻക്രീസ് ആകുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്റ്റിമുലസ് പാക്കേജിൽ ഒരു സെക്ടർ ഇൻക്ലൂഡ് ആയി എന്ന് വെച്ച് ആ സെക്ടറിൽ നമ്മൾ ഉടനടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ മെഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റൂറൽ എംപ്ലോയ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുക എന്ന പർപ്പസോട് കൂടിയാണ്. അതായത് റൂറൽ എംപ്ലോയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ആക്ഷനാണ് ഈ സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾക്കറിയാം, റൂറൽ എംപ്ലോയ്മെൻറ്റിൽ പ്രധാനമായും 2 ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളാണ് വരുന്നത്. ഒന്നാമത്തേത് MGNREGAയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോജ്ഗാർ യോജനയും.
ഈ 2 പാക്കേജുകളാണ് വരുന്നത്. ഇതിൽ MGNREGAക്ക് വേണ്ടി ഏകദേശം 73,504 കോടി രൂപയുടെ ഫണ്ടാണ് ഗവൺമെൻറ് ഈ സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 281 കോടി ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ 57,543 കോടി രൂപയുടെ പാക്കേജായിട്ട് 116 ഡിസ്ട്രിക്റ്റുകളിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോജ്ഗാർ യോജന നടക്കുന്നുണ്ട്. ആ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോജ്ഗാർ യോജനയിലേക്ക് 10,000 കോടി രൂപയുടെ അഡീഷണൽ ഫണ്ട് കൂടി ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ മെഷറിൽ എയിം ചെയ്തിരിക്കുന്നത് റൂറൽ ഏരിയയിലെ കർഷകരെയാണ്. അതായത് റൂറൽ ഏരിയയിലെ കർഷകർക്ക് 65,000 കോടി രൂപയുടെ കാർഷിക വിളകൾക്ക് ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ സബ്സിഡി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇതുകൂടാതെ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞതാണ് 10,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോജ്ഗാർ യോജനയും റൂറൽ കർഷകരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കൂടാതെ എക്സിം ബാങ്കിന് വേണ്ടി 3,000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അത് വിവിധ തരത്തിലുള്ള വായ്പകൾ പ്രൊജക്റ്റ് ഓഫ് എക്സ്പെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തുക മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ഈ വാർത്തയെ ചൊല്ലി അല്ലെങ്കിൽ ഈ ഫെർട്ടിലൈസർ സബ്സിഡിയെ ചൊല്ലി ചിലപ്പോൾ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സബ്സിഡി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. ബേസ് ലൈനിൽ ഒരു പ്രൊഡക്ഷൻ വർധനവ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്നിരുന്നാലും സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും അനുസരിച്ചാണ്. അതുകൊണ്ട് ഏത് കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നു, അതായത് 2-3 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു മൊമെൻറ്റം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് പ്രൈസ് ഉണ്ടാവുമെങ്കിലും സസ്റ്റെയിൻ ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്ന കമ്പനികളിൽ മാത്രമേ, അതും വൈസായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ നടത്താവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സബ്സിഡിയെക്കുറിച്ചും എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിനെ കുറിച്ചുമുള്ള മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാൽ അതിനുശേഷം മാർക്കറ്റ് അതിലൊരു കറക്ഷനും കാണിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ഇനി ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസ്, ട്രാവൻകൂർ ഫെർട്ടിലൈസേഴ്സ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളുണ്ട്. ഇനി നമ്മൾക്ക് ന്യൂ ജോബ്സ്, അതായത് നമ്മൾ ആൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, വായ്പാ സൗകര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് കൂട്ടുക. മൂന്നാമത്തേത് മാനുഫാക്ചറിങ് കൂട്ടുക. ഇനി ജോബ് കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പനി പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഹയറിംഗ് നടത്തുകയാണെങ്കിൽ ആ കമ്പനികൾക്ക് സബ്സിഡി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോർമലി ഒരു 15,000 രൂപയ്ക്ക് താഴെ മന്ത്ലി വേജസ് ഉള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും സബ്സിഡി കൊടുക്കുക. ഇതുകൂടാതെ ഗവൺമെൻറ് വിവിധ തരത്തിലുള്ള റിട്ടയർമെൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, അത് എംപ്ലോയീസിന് വേണ്ടിയുള്ള റിട്ടയർമെൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ആയാലും അതുപോലെ തന്നെ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ആയാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്ലാനുകൾ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളത് ക്രെഡിറ്റ് അഥവാ വായ്പാ സൗകര്യത്തിനു വേണ്ടി ഗവൺമെൻറ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം എക്സ്റ്റെൻഡഡ്, അതായത് ELGS, അതായത് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമിനെ 2021 മാർച്ച് 31 വരെ ഗവൺമെൻറ് നീട്ടുകയുണ്ടായി. ഇനി ആർക്കൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയെന്ന് നോക്കാം. MSME, അതുപോലെ തന്നെ ബിസിനസ് എൻ്റർപ്രൈസസ്, ഇൻഡിവിജ്വൽ ലോൺ, ബിസിനസ് പർപ്പസുകൾക്ക് ആവശ്യമായി ഇൻഡിവിജ്വൽ ലോൺ എടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ മുദ്ര വായ്പകൾ എടുത്തവർക്ക്, ഇവർക്കൊക്കെയാണ് ഈ എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഇതുകൂടാതെ ഏകദേശം 61 ലക്ഷം ബോറോവേഴ്സ് അല്ലെങ്കിൽ 61 ലക്ഷം വായ്പക്കാർക്കിടയിൽ ഏകദേശം 2.05 ലക്ഷം കോടി അതായത് വായ്പയായി ഡിസ്ട്രിബ്യൂട്ട് നൽകാനുള്ളൊരു തീരുമാനം കൂടിയായിട്ടുണ്ട്. ഇതും ഈ വായ്പാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയതാണ്. ഇതുകൂടാതെ കമ്പനികൾ 50 കോടി രൂപ മുതൽ 250 കോടി രൂപ വരെ ആനുവൽ ടേൺ ഓവർ ഉള്ള കമ്പനികളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോണിൻ്റെ 20% വീണ്ടും വായ്പയായി നൽകാൻ, അതായത് ആ കമ്പനികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വായ്പയായി നൽകുവാനും ഒരു തീരുമാനം ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക്
എക്കണോമിക് സ്റ്റിമുലസ് പാക്കിലെ ആറാമത്തെ മെഷറിനെ കുറിച്ച് നോക്കാം. ആറാമത്തെ മെഷർ 5 വർഷത്തെ PLI സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 സെക്ടറെ അതിൽ നിന്നും ഉയർത്തി 10 സെക്ടറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. PLI സ്കീം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇലക്ട്രോണിക് ഗുഡ്സ് മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഈ സ്കീമിലേക്ക് 1.46 ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ് നീക്കി വച്ചിരിക്കുന്നത്. ഇത് ചൈനയെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന പേരുള്ള ചൈനയെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ബിസിനസ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് PLI സ്കീം തുടങ്ങിയത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൻ്റെ വൺ ഓഫ് ദി എയിം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അതായത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളാണ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള പാക്കേജുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ജോബ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരെണ്ണമാണ്. അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന അർബൻ എന്ന സ്കീം വഴി ഏകദേശം 78 ലക്ഷത്തോളം ജോബ് ക്രിയേറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനുവേണ്ടി 18,000 കോടി രൂപയാണ് ഗവൺമെൻറ് ഈ സ്കീമിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ സ്കീം വഴി 12 ലക്ഷം മുതൽ 18 ലക്ഷം വരെയുള്ള വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പും അതിനാവശ്യമായിട്ടുള്ള ഇനിഷ്യൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വർക്കുമാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്കീം സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണെന്ന് പറയാം സിമൻറ്റ് സെക്ടർ, സ്റ്റീൽ സെക്ടർ എന്നീ സെക്ടറുകളിൽ നമ്മൾക്ക് നല്ല ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. ഇനി കോവിഡ് റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഏകദേശം 900 കോടി രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിക്ക് കോവിഡ് റിസർച്ചിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിലെ 9ാമത്തെ മെഷർ. ഇത് കോവിഡിൻ്റെ റിസർച്ചിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ കോൾഡ് സ്റ്റോറേജിനോ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിനോ വേണ്ടിയുള്ള ഇതല്ല. അതിനുവേണ്ടി സ്പെഷ്യൽ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതാണ്. എക്കണോമിക് സ്റ്റിമുലസ് പാക്കിലെ 10ാമത്തെ മെഷറിനെ കുറിച്ച് പരിചയപ്പെടാം. 10ാമത്തെ മെഷർ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫിനാൻസിംഗ് ആണ്. അതായത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പ്രത്യേക ഡെപ്റ്റ് ഫിനാൻസിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഡെപ്റ്റ് ഫിനാൻസിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു NBFC ഇൻഫ്രാ ഡെപ്റ്റ് ഫണ്ടും അതുപോലെ തന്നെ NBFC ഇൻഫ്രാ ഫിനാൻസ് കമ്പനിയുമാണ് ഉൾപ്പെടുന്നത്. ഈ പ്ലാറ്റ്ഫോം വഴി ഏകദേശം 8,000 കോടി രൂപയുടെ ലോൺ റൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 2025 ഈ പ്ലാറ്റ്ഫോമിൻ്റെ കേപ്പബിലിറ്റി ഏകദേശം 1,10,000 കോടിയായി ഉയർത്തുക എന്നത് ഈ സ്റ്റിമുലസ് പാക്കേജിൻ്റെ എയിമാണ്. ഇനി അതായത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡെപ്റ്റ് ഫിനാൻസിങ് പ്ലാറ്റ്ഫോമാണ് ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജ് വഴി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 11ാമത്തെ മെഷർ പോയിന്റിലേക്ക് കടക്കാം. അത് ക്യാപിറ്റൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റിമുലസ് ആണ്. അതായത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഡിഫൻസ് സെക്ടർ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻസെൻറ്റീവ്സ് കൂടാതെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ എനർജി സെക്ടർ എന്നീ സെക്ടറുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി 10,200 കോടി രൂപയുടെ ഒരു അഡീഷണൽ ബഡ്ജറ്റ് ഗവൺമെൻറ് ഈ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി ഈ സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ അതായത് ഡിഫൻസ് സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ HAL, BDL, BEL എന്നീ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഗ്രീൻ എനർജി സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കായ അദാനി ഗ്രീൻ എനർജി കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു മൊമെൻറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിൽ എക്സ്പോർട്ടിനെ കുറിച്ചും വളരെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ നല്ലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഉണർവ് വരുത്തുന്നതിന് വേണ്ടി 3,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ 3,000 കോടി രൂപ എക്സിം ബാങ്കിൻ്റെ അണ്ടറിലാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൻ്റെ അണ്ടറിലുള്ള ഒരു ഐഡിയ സ്കീമിലേക്കാണ് ഈ 3,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുവഴി നമ്മുടെ അസോസിയേറ്റഡ് കൺട്രീസിന് അതായത് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സിം ബാങ്കാണ് ഇന്ത്യയിലുള്ള മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ അസിസ്റ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ്സിനും വേണ്ടിയാണ് 3,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. എക്കണോമിക് സ്റ്റിമുലസ് പാക്കിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സെക്ടറുകളിലെ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനലൈസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.